സാൻസിബാറിന്റെ സ്റ്റോൺ ടൗണിൽ നിന്നും ദ്വീപിന്റെ ഉൾനാടുകളിലേക്ക്, പ്രത്യേകിച്ചും വടക്കൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചാരം തുടരുകയാണ് ഞാൻ. നട്ടുച്ചനേരം, കത്തുന്ന വെയിൽ. എം തോണി പാലസ് റൂയിൻസ് എന്ന പഴയ കൊട്ടാര അവശിഷ്ടങ്ങൾക്കടുത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനു മുന്നിൽ കാർ നിർത്തി ഞാനിറങ്ങി. കൂറ്റൻ കോട്ട പോലുള്ള ഒരു മൺനിർമ്മിതി, പൗരാണിക ഭാവവുമായി പ്രാകൃതമായ അവസ്ഥയിൽ നിലനിൽക്കുകയാണത്. ഓലമേഞ്ഞ ഒരു പന്തലിന് ചുവട്ടിൽ എം തോണി പാലസ് റൂയിൻസ് എന്ന ബോർഡ്. ഇതിവിടുത്തെ പഴയ രാജകൊട്ടാരമായിരുന്നു. സെയ്ദ് ബിൻ സുൽത്താന്റെ കാലത്ത് സാൻസിബാറിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ നിർമ്മിതി. 1840കളിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. കോറൽ ശിലകളും കുമ്മായവുമെല്ലാം ചേർത്ത് നിർമ്മിച്ച കൊട്ടാരം ജീർണാവസ്ഥയിൽ നിലനിൽക്കുകയാണ്. ആരും സംരക്ഷിക്കാനില്ലാതെ വെയിലും മഴയുമേറ്റുള്ള നിൽപ്പ്. പ്രൗഢഗംഭീരമായ ഒരു ചരിത്രമുള്ള കൊട്ടാരമാണിത്. സാൻസിബാറിന്റെയും ഒമാന്റെയും രാജകുമാരിയായിരുന്ന സൈദ സെൽമ ജനിച്ചത് ഈ കൊട്ടാരത്തിലായിരുന്നു. ബെയ്റ്റ് എൽ എം തോണി എന്നാണ് ഈ കൊട്ടാരത്തിന്റെ അറബി നാമം. അരുവിക്കരയിലെ കൊട്ടാരം എന്ന ഭാഷാന്തരം. 17-ാം നൂറ്റാണ്ട് മുതൽ ഒമാൻ സുൽത്താനേറ്റിന്റെ ഭാഗമായിരുന്നു സാൻസിബാർ. 1840-ൽ അന്നത്തെ ഒമാൻ സുൽത്താൻ തന്റെ രാജ്യതലസ്ഥാനം മസ്കറ്റിൽ നിന്നും സാൻസിബാറിലേക്ക് മാറ്റി. അന്ന് സുൽത്താനും ഭാര്യമാർക്കും താമസിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച കൊട്ടാരമാണിത്. ഈ കൊട്ടാരത്തിലും അനുബന്ധമായുണ്ടായിരുന്ന മന്ദിരങ്ങളിലുമായി 1000-ലേറെ ആളുകളാണ് വസിച്ചിരുന്നത്. ഒരു പ്രധാന ഹാളും അതിനു ചുറ്റും മുറികളുമെന്ന രീതിയിലാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം. സംഭവബഹുലമായ ഒരു പ്രണയകഥ കൂടി പറയാനുണ്ട് ഈ കൊട്ടാരത്തിന്. ഇവിടെ ജനിച്ച സൽമേ രാജകുമാരി യൗവനത്തിലേക്ക് കടന്നപ്പോൾ അന്ന് സ്റ്റോൺ ടൗണിലുണ്ടായിരുന്ന ജർമ്മൻ വ്യാപാരി റുഡോൾഫ് ഹെൻറിച്ച് റൂട്ടയുമായി പ്രണയത്തിലായി. ഗർഭിണിയായ രാജകുമാരി പിതാവിന്റെ കോപം ഭയന്ന് ആദ്യം ഫ്രാൻസിലേക്കും അവിടെ നിന്നും തന്റെ കാമുകന്റെ നാടായ ജർമ്മനിയിലേക്കും പലായനം ചെയ്യുകയായിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ച അവർ പിന്നീട് എമിലി റൂട്ടെ എന്നാണ് അറിയപ്പെട്ടത്. ചില എടുപ്പുകളിൽ ഭാഗികമായി ഓലമേഞ്ഞിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു കൊട്ടാരം മുഴുവനുമായി ഓലമേഞ്ഞിരുന്നത്. സുൽത്താന്റെ കാലത്ത് പ്രൗഢിയോടെ നിലനിന്ന കൊട്ടാരം 1880കളിലാണ് ഉപേക്ഷിക്കപ്പെട്ടത്. സുൽത്താൻ കുടുംബം കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിയതാണ് കാരണം. അന്ന് തുടങ്ങിയ എം തോണി കൊട്ടാരത്തിന്റെ തകർച്ച ഇന്നും തുടരുകയാണ്. ടാൻസാനിയ പോലൊരു ദരിദ്ര രാജ്യത്തിനും അതിന്റെ സാൻസിബാർ എന്ന പ്രവിശ്യയ്ക്കും ഇന്ന് ഇതൊക്കെ ഇങ്ങനെ നിലനിർത്താനേ കഴിയൂ. ഞാൻ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. കൊട്ടാരമുറ്റം കടൽ തീരമാണ്. അവിടെ നിന്ന് വീണ്ടും അബുവിന്റെ കാറിൽ യാത്ര തുടരുകയാണ്. സാൻസിബാർ ദ്വീപിന്റെ വടക്കോട്ടാണ് കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മലാവി റോഡ് എന്നാണ് ഈ പാത അറിയപ്പെടുന്നത്. പുതിയ കാലത്തിന്റെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ പാതയോരത്ത്. പിന്നെ സാൻസിബാറിലെ പഴയ ധനാഢ്യരുടെ കടൽ തീര ബംഗ്ലാവുകളും. വൈറ്റ് ഹൗസ് എന്നാണ് ഈ വീട് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സാൻസിബാറിൽ ഉയർന്ന ബംഗ്ലാവുകളെല്ലാം ഇപ്പോഴും സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട്. ബുബുബു എന്നൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ചെറുകിട വ്യവസായങ്ങളുടെ ഒരു ടൗണാണ് ബുബുബു. ഇതിവിടുത്തെ ഒരു വിദ്യാലയമാണ്. യൂണിഫോം അണിഞ്ഞ കുട്ടികൾ സ്കൂളിന് മുന്നിൽ. സാൻസിബാറിലെ റെവല്യൂഷണറി ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്നുണ്ട്. 1964 ശേഷം പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ തീർത്തും സൗജന്യമാണ്. 2 ഷിഫ്റ്റുകളിലാണ് മിക്ക സ്കൂളുകളിലും അധ്യയനം. ഉച്ചനേരത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുന്നവരും അവിടെ നിന്ന് മടങ്ങുന്നവരുമായ വിദ്യാർത്ഥികളെ പാതയോരത്ത് കാണാം. 4 നൂറ്റാണ്ട് മുൻപത്തെ കേരളത്തിലെ ഗ്രാമങ്ങളെയും ചെറുപട്ടണങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് സാൻസിബാറിന്റെ ഉൾനാടുകളിലൂടെയുള്ള ഈ യാത്ര. ചെറിയ അങ്ങാടികൾ,
തകരവും ഓലയും മേഞ്ഞ വീടുകൾ. മെയിൻ റോഡിൽ നിന്നും കാർ ഇടത്തോട്ട് തിരിഞ്ഞു. മംഗാപ്വാനി എന്നൊരു സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. മംഗാപ്വാനി ഒരു ഹെറിറ്റേജ് സൈറ്റാണ്. സാൻസിബാറിലെ അടിമവ്യാപാരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ തുടിപ്പുകളുള്ള സ്ഥലം. അവിടേക്കുള്ള യാത്രയിൽ പാതയോരത്തുള്ള കാഴ്ചകളെല്ലാം കേരളത്തിന്റെ തീരദേശ ഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ്. തെങ്ങും വാഴയുമെല്ലാം വളരുന്ന പുരയിടങ്ങൾ, മണലിന്റെ അംശം കൂടുതലുള്ള മണ്ണ്, ഓലമേഞ്ഞ വീടുകൾക്ക് പോലുമുണ്ട് ഒരു കേരളീയ ഭാവം. ഇവിടുത്തെ അല്പം ഭേദപ്പെട്ട വീടുകൾ തകരം മേഞ്ഞവയായിരിക്കും, മറ്റുള്ളവയാകട്ടെ ഓലമേഞ്ഞതും. തെങ്ങ് ധാരാളമായുണ്ട്. മാവ്, പ്ലാവ് തുടങ്ങി നമ്മുടെ നാട്ടിലുള്ള ഫലവൃക്ഷങ്ങളെല്ലാം ഇവിടുത്തെ തൊടികളിലും വളരുന്നു. ഫുജോനി എന്ന പ്രദേശമാണിത്. അക്കാണുന്നതാണ് ഫുജോനിയിലെ പ്രൈമറി സ്കൂൾ. ദരിദ്രഭവനങ്ങൾക്ക് മുന്നിലും ആഡംബര കാറുകൾ. പല നാടുകളിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് കാറുകൾ സാൻസിബാറിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ദരിദ്രമാണ് സാൻസിബാറിന്റെ ഉൾഗ്രാമങ്ങളിലെ ജീവിതാവസ്ഥകൾ. കച്ചവടത്തിനായി വന്ന അറബികളും ഇന്ത്യക്കാരും സാൻസിബാറിന്റെ പ്രധാന നഗരങ്ങളിലാണ് താമസമുറപ്പിച്ചത്. എന്നാൽ 1000-ഓളം വർഷങ്ങളായി ഈ ദ്വീപിലുള്ള ഗോത്രവർഗക്കാർ ഉൾനാടുകളിൽ ചെറിയ കൃഷികളിൽ മുഴുകിയാണ് കഴിഞ്ഞുകൂടുന്നത്. AD 1000 ആണ്ടോടുകൂടി ആഫ്രിക്കയുടെ മെയിൻലാൻഡിൽ നിന്നുമെത്തിയ സ്വാഹിലി, ബാൻഡു തുടങ്ങിയ ഗോത്രവിഭാഗങ്ങളാണ് സാൻസിബാറിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും. അറബികളും ഇന്ത്യൻ വംശജരും ഇപ്പോൾ വളരെ കുറച്ചേയുള്ളൂ. മെയിൻലാൻഡിൽ നിന്ന് ഇവിടെയെത്തിയ ഗോത്രവിഭാഗങ്ങൾക്ക് അവരുടെ പരമ്പരാഗതമായ സമൂഹ ജീവിതശൈലി നഷ്ടമായിരിക്കുന്നുവെന്നതാണ് പ്രധാന കാര്യം. ആഫ്രിക്കൻ മെയിൻലാൻഡിലായിരുന്നപ്പോൾ അടുത്തടുത്ത കുടിലുകളിൽ പല കുടുംബങ്ങൾ ഒരുമിച്ചായിരുന്നു വാസം. ഇവിടെ പക്ഷേ ചെറിയ തൊടികളിൽ ചെറു വീടുകൾ പണിത് ഓരോ കുടുംബവും കഴിഞ്ഞുകൂടുന്നു. പ്രധാന പാതയിൽ നിന്ന് വിട്ട് ഒരു മൺവഴിയിലൂടെയായി ഇപ്പോൾ യാത്ര. ഇതൊക്കെ ഓരോ ചരിത്ര സ്മാരകങ്ങളിലേക്കുള്ള വഴിയാണെന്നറിയണം. പുരയിടങ്ങളിലൂടെയും വാഴത്തോട്ടങ്ങളിലൂടെയുമെല്ലാമാണ് വണ്ടി പോകുന്നതെന്ന് തോന്നിപ്പോകും. കാറിന്റെ അടിഭാഗം മൺപാതയിൽ രൂപം കൊണ്ട വരമ്പിൽ ഇടയ്ക്കിടെ തട്ടുന്നുണ്ട്. കുറച്ചുകൂടി ചെല്ലുമ്പോഴേക്കും വള്ളിപ്പടർപ്പുകളും മറ്റും നിറഞ്ഞ മൺവഴിയാകുന്നു. മംഗാപ്വാനിയിലെ ഒരു കോറൽ ഗുഹയിലേക്കാണ് പോകുന്നത്. സാൻസിബാറിന്റെ അടിമവ്യാപാരവുമായി ബന്ധമുള്ള ഒരു ഗുഹയാണത്. വലിയ കൃഷിയിടങ്ങൾ, അതിൽ വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ. വാഴക്കൃഷി കഴിഞ്ഞ ഒരു പറമ്പായിരിക്കാം ഇത്. അങ്ങകലെ ഒരു ബസ്സും അതിനടുത്ത് ആളുകളെയും കാണുന്നുണ്ട്. അവിടേക്കാണ് ഞങ്ങളും പോകുന്നത്. വിശാലമായ വെളിമ്പറമ്പ് പോലെ ഒരു പ്രദേശം. കുട്ടികളുമായി എത്തിയ ഒരു സ്കൂൾ ബസ്സും ടൂറിസ്റ്റുകളുമായി വന്ന മിനി ബസ്സും വഴിയോരത്ത്. കാർ നിർത്തി ഞാനുമിറങ്ങി. ഇവിടെ വലിയൊരു ഫലകമുണ്ട്. അതിൽ കോറൽ കാവേൺ മംഗാപ്വാനിയുടെ കഥ വിവരിച്ചിരിക്കുന്നു. ഡ്രൈവർ അബു എനിക്കിവിടെ നിന്നും നാട്ടുകാരനായ ഒരു ഗൈഡിനെ ഏർപ്പാടാക്കി തന്നു. അയാളാണ് 2 ടോർച്ചുകളുമായി ഈ മുൻപേ നടക്കുന്നത്. അബ്ദു എന്നാണ് ഗൈഡിന്റെ പേര്. കൂലിയായി ചെറിയൊരു തുക ഇയാൾക്ക് നൽകണം. അബ്ദുവിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഇവിടെയൊന്നും പ്രത്യേകിച്ച് കാഴ്ചകളില്ലല്ലോ എന്നാണ് എന്റെ ചിന്ത. കുറച്ചു നടന്നപ്പോഴേക്കും എത്തിയത് കിണർ പോലുള്ള ഒരു നിർമ്മിതിക്കരികിലേക്കാണ്. ഒരു ഗുഹാ കവാടമാണിത്. പടവുകളിറങ്ങി അതിലെ അങ്ങ് താഴേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ കോറൽ കാവേൺ. ഇരുൾ നിറഞ്ഞ വലിയ ഗുഹകളെയാണ് കാവേൺ എന്ന് പൊതുവെ പറയുന്നത്. അബ്ദു മുൻപേ ഇറങ്ങി. അയാൾ ഓരോ ദിവസവും ഈ ഗുഹയിലേക്ക് എത്രയോ തവണ ഇറങ്ങുന്നതാവാം. ഇറങ്ങണോ എന്ന ശങ്കയോടെ ഞാൻ ആദ്യം ഒന്ന് നിന്നു. കുട്ടികൾ പോലും ഇറങ്ങുന്ന ഗുഹയാണിതെന്ന ധൈര്യത്തിൽ അബ്ദുവിന് പിന്നാലെ ഞാനും ഇറങ്ങിത്തുടങ്ങി. മുകൾ ഭാഗത്തു നിന്ന് നല്ല പടവുകൾ പണിതിടുകയും കൈവരി ഘടിപ്പിക്കുകയുമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും താഴെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെയാണ് ഗുഹ നിലനിൽക്കുന്നത്. ഈ പടവുകളും മറ്റും ഗുഹ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയ ശേഷം നിർമ്മിച്ചതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഒരു അടിമ ബാലനാണ് ഈ ഗുഹ കണ്ടെത്തിയതെന്നാണ് ചരിത്രം.
കാണാതായ ഒരു ആടിനെ അന്വേഷിച്ചു നടന്ന ബാലൻ ഈ ഗുഹയിൽ വീണ് കിടന്ന ആടിന്റെ കരച്ചിൽ കേട്ട് ഇറങ്ങി വന്നപ്പോഴാണ് അതിബൃഹത്തായൊരു ഗുഹാസമുച്ചയം കാണുന്നത്. ഇതൊന്നും മണ്ണല്ല, കോറൽ ശിലയാണ്. ഗുഹയ്ക്കകത്ത് വിദ്യാർത്ഥികളുടെ ഒരു സംഘത്തിന് ഗൈഡ് ക്ലാസ് എടുക്കുന്നു. ഗുഹയുടെ ചരിത്രം തന്നെയാവാം അയാൾ പറയുന്നത്. പവിഴപ്പുറ്റുകൾ ഉറഞ്ഞു നിന്ന പ്രദേശത്ത് 16 ലക്ഷം വർഷം മുൻപ് രൂപപ്പെട്ട ഗുഹയാണിത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അക്കാണുന്ന പൊത്തിലൂടെയാണ് ഞാൻ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി വന്നത്. വിശാലമായ ഗുഹയുടെ കവാടം എത്ര ചെറുതാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു. അതിവിപുലമായ ഗുഹാസമുച്ചയം. അതിന്റെ ഈ ഭാഗം വരെ മാത്രമേ കുട്ടികളും സ്ത്രീകളുമൊക്കെ ഇറങ്ങാറുള്ളൂ. പക്ഷേ എന്റെ ഗൈഡ് അബ്ദു പറയുന്നത് ഇനിയും മുന്നോട്ട് പോകാമെന്നാണ്. ഇവിടെ നിന്നും 2 ദിശകളിലേക്ക് നീളുന്ന ഗുഹകളുണ്ട്. ആകെ 5 കിലോമീറ്റർ നീളമുണ്ട് ഇവിടുത്തെ കോറൽ ഗുഹകൾക്കെന്നാണ് പറയപ്പെടുന്നത്. അതിൽ പല ഭാഗവും മുകളിൽ നിന്ന് കോറൽ ശിലകൾ അടർന്നു വീണ് അടഞ്ഞു പോയിരിക്കുന്നു. ഒരു കാലത്ത് അടിമക്കച്ചവടക്കാർ അടിമകളെ പാർപ്പിച്ചിരുന്ന ഗുഹകളാണിത്. സാൻസിബാറിലെ അടിമ വ്യാപാരം ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് 1873 അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ വൻ ലാഭമുള്ള അടിമ വ്യാപാരത്തിൽ നിന്നും പെട്ടെന്ന് പിന്മാറാൻ കച്ചവടക്കാർ ഒരുക്കമായിരുന്നില്ല. അവർ ആഫ്രിക്കയുടെ മെയിൻലാൻഡിൽ നിന്നും അടിമകളെ പിടികൂടുന്നതും അവരെ സാൻസിബാറിൽ എത്തിക്കുന്നതും തുടർന്നു. ഇരുളിന്റെ മറവിൽ ദ്വീപിലെത്തിക്കുന്ന അടിമകളെ ബ്രിട്ടീഷുകാരുടെയും സുൽത്താന്റെ നിയമപാലകരുടെയും കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചിരുന്നത് ഈ ഗുഹകളിലാണ്. ടോർച്ച് മിന്നിച്ച് പൊട്ടിവീണ് കിടക്കുന്ന കോറൽ കഷ്ണങ്ങളിൽ ചവിട്ടി അബ്ദു മുന്നിൽ പോകുന്നു. ഞാനും അബ്ദുവും മാത്രമാണ് ഇപ്പോൾ ഈ ഗുഹയിൽ അവശേഷിക്കുന്നത്. ഇതുവഴിയാണ് നൂറുകണക്കിന് അടിമകൾ നഗ്നപാതരായി നടന്നിരുന്നത്. ഇതിനകത്ത് അടിമകളുടെ സംഘങ്ങൾ രാവും പകലും കഴിച്ചുകൂട്ടിയിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. മണ്ണിന്റെ അംശം പോലുമില്ല. കോൺക്രീറ്റിനേക്കാൾ കാഠിന്യമുള്ള കൂർത്ത മുനയുള്ള കോറൽ ഖണ്ഡങ്ങൾ. ഈ ഗുഹയുടെ ഒരറ്റം സാൻസിബാറിന്റെ പഴയകാല തുറമുഖത്താണ് എത്തുന്നതെന്നാണ് അബ്ദു പറയുന്നത്. അടിമകളെ ഇതിനുള്ളിലൂടെ തന്നെ നടത്തി പോർട്ടിൽ കാത്തുകിടക്കുന്ന പായ്ക്കപ്പലുകളിൽ എത്തിക്കുന്നതായിരുന്നു പതിവ്. അബ്ദു എനിക്കും ഒരു ടോർച്ച് തന്നിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കട്ടപിടിച്ച ഇരുട്ടാണെങ്കും. ടോർച്ചിന്റെ കുഞ്ഞു വെളിച്ചത്തിൽ ഗുഹയിലൂടെ കുറേ ദൂരം നടന്നു. തലയോ ശരീരമോ ഗുഹാഭിത്തിയിൽ എവിടെയെങ്കിലും ഇടിച്ചാൽ മുറിവ് പറ്റുമെന്ന കാര്യം ഉറപ്പാണ്. കരിങ്കല്ലിനേക്കാൾ കാഠിന്യമുണ്ട് കോറൽ ശിലകൾക്ക്. കരിങ്കല്ലിന് മിനുസമായ പ്രതലമുണ്ടാവും. ഇത് പക്ഷേ അങ്ങനെയല്ല. മൂർച്ചയുള്ള വശങ്ങളും കൂർത്ത മുനകളുമായി പൊട്ടിത്തകർന്ന കോറൽ ശിലകൾ കൂടിക്കിടക്കുകയാണ്. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ ഗുഹയിൽ വെള്ളം തളം കെട്ടിക്കിടക്കുന്ന ഒരു ഭാഗത്തേക്കാണ് എത്തിയത്. ഉപ്പുരസമില്ലാത്ത ശുദ്ധജലമാണിത്. ഗുഹയുടെ ഒരു ഭാഗത്താകെ കുളം പോലെ വെള്ളം കെട്ടിനിൽപ്പുണ്ട്. അതിൽ വീഴാതെ വേണം നടത്തം തുടരാൻ. അബ്ദു ഏറെ മുന്നിലായി കഴിഞ്ഞു. ഞാനും ഏന്തി വലിഞ്ഞ് അബ്ദുവിന്റെ പുറകെ നടക്കുകയാണ്. കുന്നുകൾ പോലുള്ള ചില ഭാഗങ്ങൾ കയറിയിറങ്ങണം. പലയിടത്തും ഇരുന്ന് നിരങ്ങിയാണ് നീങ്ങിയത്. കഷ്ടിച്ച് ഒരാൾക്ക് കടന്നുപോകാൻ മാത്രം കഴിയുന്ന ഉയരം കുറഞ്ഞ ഇടുങ്ങിയ ഭാഗങ്ങൾ. ഗുഹയിലെ ഒരു ചെറിയ പൊത്തിലൂടെ വേണം അതിൽ നിന്നും ഭൂനിരപ്പിലേക്ക് കയറാൻ. ഇതാണ് ആ പൊത്ത്. ഗുഹയിൽ നിന്ന് പുറത്തു കിടന്നപ്പോൾ ഇതൊരു പുനർജന്മമാണെന്ന് എനിക്ക് തോന്നി. ഈ പൊത്തിലൂടെയാണ് ഗുഹയുടെ അഗാധതയിൽ നിന്നും പുറത്തു കടന്നത്. അബ്ദു ഇതാ വളരെ കൂളായി നിൽക്കുന്നു. ഇന്നിനി 5 or 6 തവണ വേണമെങ്കിലും ഗുഹ കടക്കാൻ ഇയാൾ തയ്യാറാണ്.
ഗുഹയുടെ പകുതി ഭാഗം കടന്നപ്പോഴേക്കും ജീവനോടെ അതിൽ നിന്ന് പുറത്തു വരാനാകുമെന്ന പ്രതീക്ഷ തന്നെ എനിക്ക് നഷ്ടമായിരുന്നു. ഏതായാലും തിരിച്ചു കിട്ടിയ ജീവനുമായി അബ്ദുവിന്റെ കൂടെ അബു കാറുമായി കാത്തിരിക്കുന്നിടത്തേക്ക് നടക്കുകയാണ് ഞാൻ. ശരീരം പലയിടത്തും കോറൽ ശിലകളുടെ മുനകളിൽ തട്ടി മുറിഞ്ഞിട്ടുണ്ട്. കിതച്ചുകൊണ്ടാണ് എന്റെ നടത്തം. ഏതായാലും തിരികെ കാറിൽ കയറി. അബു AC ഓൺ ചെയ്തിട്ട് തന്നു. ഈ പരിസരത്ത് ഇനിയും കുറെ കാഴ്ചകളുണ്ട്. മംഗാപ്പാനി അതിവിസ്തൃതമായൊരു പ്രദേശമാണ്. അതിൽ അങ്ങിങ്ങായി ചരിത്ര പ്രാധാന്യമുള്ള കുറെ നിർമ്മിതികളുണ്ട്. അടിമകളെ പാർപ്പിച്ചിരുന്ന ഗുഹകൾ, സ്ലേവ് ചേംബറുകൾ, രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ പണിത ഷെൽട്ടറുകൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. തെങ്ങിൻ തോപ്പുകൾ, ഇത്തരത്തിലുള്ള മൺപാതകളാണ് മിക്കയിടത്തും. പലയിടത്തും കാണാം ഓലമേഞ്ഞ മൺവീടുകൾ. കൃഷിയിടങ്ങൾക്കൊന്നും വലിയ പരിചരണം ലഭിക്കുന്നില്ലെന്ന് തോന്നും. അബു കാർ ഒരിടത്ത് കൊണ്ടുചെന്ന് നിർത്തി. ദൂരെ കടൽ കാണാം. നല്ല കാറ്റടിക്കുന്നുമുണ്ട്. പുതിയ കാലത്തിന്റെ കാവൽക്കാരൊന്നുമില്ലാതെ ചരിത്രം കടന്നുപോയ പ്രദേശങ്ങൾ. വല്ലപ്പോഴും സന്ദർശകരുമായ ഒരു വണ്ടി വരും. അതിൽ കുറച്ച് ടൂറിസ്റ്റുകൾ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെയൊരു നിർമ്മിതിയുണ്ട്. പഴയൊരു സ്ലേവ് ചേംബറാണിത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്ന അടിമകളെ പാർപ്പിച്ചിരുന്ന ഒരിടം. 1873 സാൻസിബാറിൽ അടിമവ്യാപാരം നിരോധിച്ചതിനു ശേഷം രഹസ്യമായി അടിമക്കച്ചവടം നടന്നിരുന്ന ഒരു കേന്ദ്രമാണിത്. അധികാരികളുടെ കണ്ണിൽപ്പെടാതെ ഇടുങ്ങിയ ഗുഹകളിലും മണ്ണിനടിയിലുണ്ടാക്കിയ ചേംബറുകളിലുമെല്ലാം അവർക്ക് നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വന്നു. ഞാൻ സ്ലേവ് ചേംബറിനരികിലേക്ക് നടന്നു. 2 ചേംബറുകളാണ് ഇവിടെയുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വ്യത്യസ്ത ചേംബറുകൾ. ഈ ഭാഗത്തെല്ലാം കോറൽ ശിലയാണ്. വെട്ടുകല്ലിനേക്കാൾ കടുപ്പമുള്ളതാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പവിഴപ്പുറ്റുകൾ ഉറഞ്ഞുണ്ടായ കോറൽ ശില. അതിൽ വെട്ടിയുണ്ടാക്കിയതാണ് ഇവിടുത്തെ സ്ലേവ് ചേംബറുകൾ. അതിനകത്തേക്കിറങ്ങാൻ ഈ വിധം വെട്ടിയൊരുക്കിയ പടവുകളുണ്ട്. ഞാനൊന്ന് മടിച്ചു നിന്നപ്പോൾ അബു മുൻപേ ഇറങ്ങി. വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്ന അടിമകളെ ഇതിനുള്ളിൽ നിരത്തിക്കിടത്തുന്നതായിരുന്നു പതിവ്. മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുവരുന്ന അടിമകളെ മറിച്ചു വിൽക്കുന്നതുവരെയും ഇവിടെ സൂക്ഷിച്ചു പോന്നു. തടികൾ നിരത്തി അതിനുമീതെ മണ്ണു കുഴച്ചു തേച്ചു പിടിപ്പിച്ച മേൽക്കൂര. 2 ചേംബറുകളുടെയും മധ്യത്തിലാണ് മുകളിലേക്കുള്ള പടവുകൾ. കോറൽ ഷോണിന്റെ പരുക്കൻ ഭാവമുള്ള ഭിത്തികൾ. ഭൂമിക്കടിയിലാണെന്നതിനാൽ കടുത്ത ഉഷ്ണമാണ് ഇതിനുള്ളിൽ. ഇതാണ് ചേംബറിൽ സ്ത്രീകളുടെ ഭാഗം. അപ്പുറത്തുള്ളത് പുരുഷ അടിമകൾക്കുള്ള ഭാഗവും. മുഹമ്മദ് ബിൻ നാസർ അൽ അലവി എന്ന അടിമക്കച്ചവടക്കാരന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ സ്ലേവ് ചേംബർ. ആഫ്രിക്കയുടെ മെയിൻലാൻഡിൽ നിന്നും മുഹമ്മദ് ബിൻ നാസർ രഹസ്യമായി ബോട്ടിൽ കയറ്റിക്കൊണ്ടുവരുന്ന അടിമകളെ തൊട്ടടുത്തുള്ള ബീച്ചിലാണ് ഇറക്കിയിരുന്നത്. അവിടെ നിന്നും അവരെ ചങ്ങലയിൽ പരസ്പരം ബന്ധിച്ച് ഈ ചേംബറിലേക്ക് നടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. തുടർന്ന് സാൻസിബാറിൽ തന്നെയുള്ള തോട്ടങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ വിൽക്കപ്പെടും വരെ അടിമകൾ ഇവിടെ കഴിഞ്ഞുകൂടണമായിരുന്നു. ഒരേ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ഇവിടുത്തെ 2 ചേംബറുകളിലായി കഴിഞ്ഞിരിക്കാം. ഞാൻ സ്ലേവ് ചേംബറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ചേംബറിലെ ഉഷ്ണത്തിൽ നിന്നും ഭൂനിരപ്പിലേക്ക് കയറിയപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം. ചേംബറിനടുത്തു നിന്നും നീണ്ടുപോകുന്ന ഒരു നടപ്പാതയുണ്ട്. ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് അബു മുൻപേ നടക്കുന്നത്. എന്താണ് ആ കാഴ്ചയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വഴിയുടെ ഇരുഭാഗത്തും കാട്ടുപൊന്തയും വള്ളിപ്പടർപ്പുകളുമാണ്. ഇടയ്ക്ക് ചില ജീവികളും മറ്റും കരിയിലകൾക്ക് മീതെ കൂടി പായുന്ന ശബ്ദം കേൾക്കാം. ഇലിയോ അണ്ണാനോ കാട്ടുപൂച്ചയോ ആയിരിക്കാം. കൂർത്ത കോറൽ ശിലകൾ എഴുന്നുനിൽക്കുന്ന വഴിയാണ്. അതിൽ തട്ടിയാൽ പാദങ്ങൾ മുറിയും. നടത്തത്തിനൊടുവിൽ ഒരു ക്ലിഫിലേക്കാണ് എത്തുന്നത്. കടൽ തീരമാണ്. കോറൽ ശിലയുടെ ഒരു മുനമ്പ്.
അതിഗംഭീരമായൊരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം, അടിത്തട്ട് കാണാവുന്ന വിധം തെളിഞ്ഞ ജലം, പഞ്ചസാര മണലിന്റെ തീരം, അതിൽ അങ്ങിങ്ങ് ഉയർന്നു നിൽക്കുന്ന ഭീമൻ കോറൽ ശിലകൾ. സുന്ദരമായൊരു തീരത്തേക്കാണ് അബു എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ തീരത്ത് ഞാൻ അങ്ങനെ നിന്നു.